വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് നമ്മൾ കടക്കുകയാണ്. റിപ്പോർട്ടർ ബ്രേക്കിംഗ്. സംഘപരിവാർ അനുകൂലിയെ ഹൈക്കോടതിയിലെ സ്റ്റാൻഡിംഗ് കൗൺസിലാക്കി മുസ്ലിം ലീഗ്. അതുകൊള്ളാലോ, സമൂഹ മാധ്യമങ്ങൾ വഴിയും അല്ലാതെയും തീവ്രവർഗീയ നിലപാട് സ്വീകരിക്കുന്ന കൃഷ്ണരാജിനെയാണ് നിയമിച്ചത്. മുസ്ലിം ലീഗ് ഭരിക്കുന്ന വഴിക്കടവ് പഞ്ചായത്തിന്റേതാണ് തീരുമാനം. രേഖകൾ റിപ്പോർട്ടറിന് ലഭിച്ചു. വഖഫ് നിയമ ഭേദഗതിയിൽ ലീഗ് ഹർജിയെ ചോദ്യം ചെയ്ത കാസയ്ക്ക് വേണ്ടി ഹാജരാകുന്നത് കൃഷ്ണരാജാണ്. റഹീസ് റഷീദുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. റഹീസ് റഷീദ്, ഗുഡ് മോർണിംഗ്. ഇതാ കയ്യിൽ ചരടക്കം കിട്ടിയ മറ്റേ സ്വപ്ന സുരേഷിന് വേണ്ടി ഹാജരായ സംഘി വക്കീലാണല്ലോ അല്ലേ? അങ്ങനെയാണ് പൊതുവെ സമൂഹ മാധ്യമങ്ങൾ അറിയപ്പെടുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ കക്ഷിയെ ലീഗിന്റെ പഞ്ചായത്തിലാണോ സ്റ്റാൻഡിംഗ് കൗൺസിലാക്കിയിരിക്കുന്നത്? വഖഫ് നിയമ ഭേദഗതിയെ അനുകൂലിച്ചുകൊണ്ട് കാസയ്ക്ക് വേണ്ടിയിട്ട് പോയ കക്ഷിയല്ലേ ഈ വക്കീൽ? ഗുഡ് മോർണിംഗ് അരുൺ. അരുൺ പറഞ്ഞ ആൾ തന്നെയാണ് ഈ വക്കീൽ. വായ തുറന്നാൽ തീവ്രമായ മതവിദ്വേഷം പറയുന്ന തരത്തിലെ നിലപാടുകൾ സമൂഹ മാധ്യമങ്ങളിൽ സ്ഥിരമായി നിലപാടെടുക്കുന്ന, അതേക്കുറിച്ച് പറയുന്ന, അതിൻ്റെ പേരിൽ മതവിദ്വേഷ കേസുള്ള ഒരു വക്കീലിനെ മുസ്ലിം ലീഗ് ഭരിക്കുന്ന വഴിക്കടവ് ഗ്രാമപഞ്ചായത്തിന്റെ ഹൈക്കോടതിയിലെ സ്റ്റാൻഡിംഗ് കൗൺസിലായി കഴിഞ്ഞ ദിവസം നിയമിച്ചിരിക്കുകയാണ്. മലപ്പുറം ജില്ലയിൽ അല്ലെങ്കിൽ ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽപ്പെട്ട ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാണ് വഴിക്കടവ് പഞ്ചായത്ത്. ആ വഴിക്കടവ് പഞ്ചായത്തിൽ കോൺഗ്രസും ലീഗും കൂടിയാണ് ഭരണം നടത്തുന്നത്. മുസ്ലിം ലീഗിലെ ഒരു വനിതയാണ് ആ പഞ്ചായത്തിന്റെ പ്രസിഡന്റ്. കോൺഗ്രസിൽ നിന്നുള്ള മറ്റൊരാളാണ് വൈസ് പ്രസിഡന്റ്. അവർ ഇതിനു മുമ്പ് ലീഗ് നിലപാട് സ്വീകരിച്ചിരുന്ന, അല്ലെങ്കിൽ ലീഗ് അനുഭാവിയായ, അല്ലെങ്കിൽ ലീഗിന്റെ ഒരു നേതാവിന്റെ ഭർത്താവായ ഒരാളായിരുന്നു ഇതുവരെ സ്റ്റാൻഡിംഗ് കൗൺസിലായി ഉണ്ടായിരുന്നത്. അദ്ദേഹത്തെ മാറ്റിയിട്ടാണ് കൃഷ്ണരാജിനെ കഴിഞ്ഞ ദിവസം നിയമിച്ചത്. നമ്മൾ ഇതിൽ ഒരു വ്യക്തത വരുത്തുന്നതിന് വേണ്ടി പഞ്ചായത്ത് പ്രസിഡന്റിനെ ഞാനിന്നലെ ഫോണിൽ വിളിച്ചിരുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞത് നല്ലൊരു വക്കീലിനെ കിട്ടി. ഇതിനു മുമ്പുണ്ടായിരുന്ന വക്കീൽ പഞ്ചായത്തിന്റെ കേസുകൾ ഹൈക്കോടതിയിൽ നല്ല രീതിയിൽ വാദിച്ചിരുന്നില്ല. അപ്പോൾ ഒരു മികച്ച അഭിഭാഷകനെ കിട്ടിയപ്പോൾ ഞങ്ങൾ അവിടെ നിയമിച്ചതാണ് എന്ന വളരെ വിചിത്രമായ ഒരു മറുപടിയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞത്. പക്ഷെ ആ സംസാരം പൂർത്തിയാക്കുന്നതിന് മുമ്പ് കോൾ കട്ടായി. പിന്നീട് ഇന്നലെ വൈകുന്നേരം മുതൽ ഇപ്പോൾ നമ്മൾ ലൈവിൽ നിൽക്കുന്ന സമയം വരെ പലതവണ വിളിച്ചിട്ട് അവർ ഫോൺ എടുത്തുമില്ല. അവിടുത്തെ പ്രാദേശിക ലീഗിന്റെ നേതാക്കളെ വിളിച്ചു. അവർക്ക് ഈ വിഷയം അറിയാം. പലതവണ പാർട്ടി നേതൃത്വം ഇടപെട്ട് അവരെ മാറ്റണം, കൃഷ്ണരാജിനെ മാറ്റണമെന്ന് പറഞ്ഞതാണ്. പക്ഷെ അനുസരിക്കുന്നില്ല. പ്രത്യേകിച്ച് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വന്ന ഒരു പശ്ചാത്തലത്തിൽ ഇത് വലിയ വിവാദമാകുമെന്ന് കണ്ട് മാറ്റണമെന്ന് ജില്ലാ നേതൃത്വവും സംസ്ഥാന നേതൃത്വവും ആവശ്യപ്പെട്ടിട്ട് പോലും കൃഷ്ണരാജിന് വേണ്ടി വഴിക്കടവ് പഞ്ചായത്തിലെ UDF ഭരണസമിതി ഉറച്ചു നിൽക്കുകയാണ് എന്ന വിചിത്രമായ കാര്യം കൂടിയുണ്ട്. ഇതിൽ പല കാര്യങ്ങൾ ഇപ്പോൾ ആലപ്പുഴയിലുള്ള ഒരു KSRTC ഡ്രൈവർ താടി വെച്ച് വാഹനം ഓടിച്ചു എന്ന് പറഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതിൻ്റെ പേരിൽ മതവിദ്വേഷ കേസ് ഇദ്ദേഹത്തിനെതിരെയുണ്ട്. ഏറ്റവും അവസാനം ഈ വഖഫ് നിയമ ഭേദഗതിയെ ചോദ്യം ചെയ്ത് ലീഗ് സുപ്രീം കോടതിയിൽ ഹർജി നൽകിയപ്പോൾ അതിന് തടസ്സ ഹർജി നൽകിയ കാസയ്ക്ക് വേണ്ടി ഹാജരാകുന്ന, അല്ലെങ്കിൽ ആ വാദം കാസയ്ക്ക് വേണ്ടി ഏറ്റെടുത്ത ഒരു വക്കീലാണ് ലീഗിന്റെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ഹൈക്കോടതിയിൽ സ്റ്റാൻഡിംഗ് കൗൺസിലാക്കിയത് എന്നോർക്കണം അരുൺ. സംഘപരിവാർ അനുകൂലിയായ ഒരു അഡ്വക്കേറ്റാണ് കൃഷ്ണരാജ് എന്ന് പ്രേക്ഷകർക്കറിയാം. സമൂഹ മാധ്യമങ്ങളിലൊക്കെ അയാൾക്ക് പല പേരുകളുമുണ്ട്. അപ്പോൾ ഈ സംഘപരിവാർ അനുകൂലിയായ വക്കീലിനെ വഴിക്കടവ് പഞ്ചായത്തിന്റെ സ്റ്റാൻഡിംഗ് കൗൺസിലാക്കിയത് ലീഗ് ഭരിക്കുന്ന ലീഗാണ് ഇവിടെ മെജോറിറ്റി അല്ലേ? ഐ മീൻ UDF. ലീഗിനാണ് ഇവിടെ മെജോറിറ്റി. അതുകൊണ്ട് തന്നെയാണ് UDF ഭരിക്കുന്നു, ലീഗിനാണ് മെജോറിറ്റി. ലീഗിന്റെയാണ് അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ്. ഞാൻ മനസ്സിലാക്കുന്നത് ഒരു SC/ST സംവരണമാണ് അവിടുത്തെ പ്രസിഡന്റ് സ്ഥാനത്തുള്ളത്. അവിടെ ലീഗിന്റെ പഞ്ചായത്ത് പ്രസിഡന്റ് തന്നെയാണുള്ളത്. വൈസ് പ്രസിഡന്റായി കോൺഗ്രസിലെ ഒരാളാണുള്ളത്. UDF തന്നെ പൂർണ്ണമായും ഭരിക്കുന്ന ഒരു പഞ്ചായത്ത്. ഓക്കെ, ഇതാണ് അതിൽ ഏറ്റവും വിചിത്രമായ ഒരു കാര്യവും. എന്തൊക്കെയാണ് സംഭവിക്കുക? ഇനി നമുക്ക് പഞ്ചായത്തിന്റെ വിശദീകരണം കേൾക്കാം. അവർ പറയുന്നത് ഏതോ ഒരാളുടെ താല്പര്യപ്രകാരമാണ് ഇങ്ങനെ ഒരു നിയമനം നടത്തിയത് എന്നുള്ളതാണ്. അന്തർധാരകൾ പലരിലും സജീവമാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, സമയം